18ാം പടി കയറിയെത്തുന്ന കുഞ്ഞയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും പ്രത്യേകം ക്യൂ സംവിധാനം ഒരുക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനം വെറും പാഴ്വാക്ക്. ഭക്തസഹസ്രങ്ങളുടെ തിരക്കിന് നടുവിൽ സമാനതകളില്ലാത്ത ബുദ്ധിമുട്ട് നേരിട്ടാണ് ഇവർ അയ്യപ്പ ദർശനം നടത്തുന്നത്. കണ്ണും നിറയ്ക്കും സന്നിധാനത്തെ ഈ കാഴ്ചകൾ. ഇതോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്തേ. മുൻ വർഷങ്ങളിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മല കയറിയെത്തുന്ന കുഞ്ഞയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് അധികൃതർ പറഞ്ഞത്. പക്ഷേ നട തുറന്നിട്ടും ആ ഒരു സംവിധാനം പ്രായോഗിക തലത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. വാടിത്തളർന്നിരിക്കുന്നു പിഞ്ചുമുഖങ്ങൾ. വേലികൾക്കുള്ളിൽ തിങ്ങിഞ്ഞെരുങ്ങി മണിക്കൂറുകളായുള്ള കാത്തിരിപ്പ്. ഉറ്റവരോട് ചേർന്ന് ശ്വാസം മുട്ടും വിധമുള്ള നിൽപ്പ്. നിവർത്തിയില്ലാതെ വേലിക്ക് വെളിയിലേക്ക്, അതും ഏറെ സാഹസികമായി. അയ്യനല്ലാതെ മറ്റൊരു ശരണമില്ല. കുഞ്ഞയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും പ്രത്യേക ക്യൂ സംവിധാനം നട തുറക്കുന്ന സമയം മുതൽ ഉണ്ടാകുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ്. പക്ഷേ ഇതുവരെ പാലിക്കപ്പെട്ടില്ല. பசங்களுக்கு மட்டும் அந்த வழியில் விட்டா நல்லா இருக்கும். நம்ம கொடி சம்பத்துலேருந்து வழி விட்டா நல்லா இருக்கும். போன வாட்டி விட்டாங்க, இந்த வாட்டி விடலை. 48 நாள் விரதம் இருந்து இங்கே வந்து ரொம்ப கஷ்டப்படுறாங்க குழந்தைங்களுக்கு தண்ணி வழி வேணும். ரொம்ப காமன் பீப்புள்ஸ் லைன்ஸ்ல ரொம்ப ரஷ் பண்றாங்க. இங்க ஃபிக்ஸ் கூட வந்துச்சு, ரொம்ப கஷ்டமா இருக்கு. നടന്ന് കൊച്ച് നടന്നിവിടെ വീഴാൻ പോയാണ് തള്ളിയിൽ കയറിയത്. നമ്മൾ 6 മണിക്കൂറോളം ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് അത് ഇവരറിയണ്ടേ? കൊഞ്ച് കുട്ടികളെ കൊണ്ടാണ് ഈ ഞെരുക്കില്. കുട്ടികളെ ബുദ്ധിമുട്ട് അവർ കണ്ടറിയാം. കാരണം ഇപ്പോൾ മേലെ ഒരു കുട്ടി പോയിന് വീട് അർജന്റ് കൊണ്ടുപോയിട്ടുണ്ട്. കാണാതെ പോകരുത് ഈ കണ്ണുനീർ. അടിയന്തരമായി അധികൃതർ ഇടപെടണം. തിരക്ക് ഇനിയും വർദ്ധിക്കുമ്പോൾ പ്രശ്നം കൂടുതൽ സങ്കീർണമാകും. അതിന് ഇടവരുത്തരുത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനും മനോജിനുമൊപ്പം അരുൺ കൊടുങ്ങൂർ, ടീം ജനം, സന്നിധാനം.